അതുകൊണ്ട് തന്നെ 135-ന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ഹെഡ് സംഘടിപ്പിച്ച് തുച്ഛമായ പൈസയ്ക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 1000 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിലിരുന്നത് കൊടുത്തു. അതുകൂടെ ആലോചിക്കണം. ഇപ്പം 8000 രൂപയ്ക്ക് ഞാൻ സിലിണ്ടർ കിറ്റ് മേടിച്ചപ്പോൾ 4000 രൂപയ്ക്ക് എൻ്റെ കയ്യിലിരുന്ന സിലിണ്ടർ കിറ്റ് ഞാൻ മാർക്കറ്റ് പ്ലേസിലൂടെ കച്ചവടമാക്കി. അപ്പോൾ 4000 രൂപയേ ആയിട്ടുള്ളൂ. ഹെഡ് 10,000 രൂപയ്ക്ക് ഞാൻ കച്ചവടം ചെയ്തു. 1000 രൂപയ്ക്ക് തന്നെ ഞാൻ 135-ന്റെ എടുത്തപ്പോൾ അത് രണ്ടുമായി. അപ്പോൾ അത് അത്രയും നമുക്ക് ചെയ്യാം. പിന്നെ പതുക്കെ കൊണ്ട് ക്ലച്ച് സെറ്റ് ഫുള്ളായിട്ട് സ്റ്റെപ്പ് 3 ആണ്. ക്ലച്ച് സെറ്റ് ഫുള്ളായിട്ട് ക്ലച്ച് ബെല്ല്, അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ പ്രൈമറി വീല്, ഇതെല്ലാം കൂടെ ഒരു 3000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് നല്ല സാധനം ഒപ്പിച്ചു 135-ന്റെ. കാര്യം ഇത് തങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ടീത്തിനകത്ത് വ്യത്യാസമുണ്ട്. പ്രൈമറി വീലിൻ്റെ ടീത്ത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ഒന്ന് 42 അങ്ങനെ കണ്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ അല്ലാതെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലച്ച് സെറ്റ് മേടിച്ച് വെച്ചു. അതിനകത്ത് ക്ലച്ച് പ്ലേറ്റ് ഉണ്ട്, ഈ പറയുകയാണെങ്കിൽ പ്രൈമറി വീലുണ്ട്. അങ്ങനെ അതായി. പിന്നെ മാഗ്നറ്റ് മാറണം. RXT-യുടെ മാഗ്നറ്റ് ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുമാണ്. അതിൽ നിന്നുള്ള കറണ്ടിനും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം മാഗ്നറ്റ് 135-ന്റെ മാഗ്നറ്റ് ആക്കി. അതിനോടൊപ്പം മാഗ്നറ്റ് പ്ലേറ്റ് മാറി. പ്ലേറ്റ് മാറുമ്പോൾ 3 കോയിലും, പൾസർ കോയിൽ, സ്റ്റാറ്റിക് കോയിൽ, ലൈറ്റിംഗ് കോയിൽ. അപ്പോൾ ഈ സ്റ്റേറ്റർ കോയിൽ, ലൈറ്റിംഗ് കോയിൽ, പൾസർ കോയിൽ, ഇത് 3ഉം കൂടെ പ്ലേറ്റിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിക്കുകയാണ്. നല്ല സാധനം വരുന്നത്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 6-7 മാസമായി. നല്ല കൂട്ടാപ്പനായിട്ട് വെടിച്ചില്ല് കണക്ക് ഓടുന്നത്. അപ്പോൾ ഞാൻ അത് ഇത്രയും കൊണ്ടുവന്ന് വെച്ചു. വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അലൈഡിൻ്റെ ഒരു മറ്റേ പോയിന്റ് എന്തോ പറയുന്ന നിപ്പോൺ ഇന്ത്യയുടെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ നമ്മുടെ സീറ്റിനടിയിൽ വരുന്ന ടാങ്കിൻ്റെ പുറകിലായിട്ട് വരുന്ന, അതായത് ഈ മാഗ്നറ്റ് കോയിൽ ചെന്ന് മുട്ടുന്നതിലാണ്. അപ്പോൾ ആ കോയിൽ ഒരെണ്ണം അലൈഡിൻ്റെ തന്നെ ഒപ്പിച്ചു. അലൈഡിൻ്റെ കുറച്ചുകൂടെ നല്ല പവർഫുള്ളാണ്. അത് ഒപ്പിച്ചു. പിന്നെ 6 യൂണിറ്റ് 135-ന്റെ തന്നെ മേടിച്ചു. അത് പുതിയത് തന്നെ മേടിച്ചു. അതൊക്കെ തുച്ഛമായ വിലയല്ലേ ഉള്ളൂ. 135-ന്റെ ഒരു 6 യൂണിറ്റ് മേടിച്ചു. പിന്നെ ഇഗ്നീഷൻ കോയിൽ 135-ന്റെ വേണം. അപ്പോൾ ഒന്നുകിൽ അതല്ലെങ്കിൽ ആക്റ്റീവ 4G 5G ഇതിൻ്റെയൊക്കെ ഇഗ്നീഷൻ കോയിൽ വെച്ച്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ST കോയിലും. ഇത് ഇത്രയും മേടിച്ച് വെച്ചു. വണ്ടി സെറ്റ് ചെയ്ത സമയത്ത് തന്നെ 260 രൂപയും കണ്ടേ ഉള്ളൂ. സ്പാർക്ക് പ്ലഗ് യമാഹയുടെ തന്നെ NGKയുടെ ബ്രാൻഡഡ് സാധനം അത് മേടിച്ച് വെച്ചു. അതിനോടൊപ്പം എയർ ഫിൽറ്റർ പുതിയത് വെച്ചു. കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്റർ പുതിയത്. പിന്നെ നമ്മുടെ പവർ ബോക്സ് ഉണ്ടല്ലോ ടാങ്കിനടിയിരിക്കുന്ന പവർ ബോക്സ് മാറ്റി. അതിനകത്തൊക്കെ ഒരു മുടിനാരിൻ്റെ വ്യത്യാസം വന്നാൽ മതി. ആ വാക്വം പവർ പോയി, എയർ പവർ. അപ്പോൾ ആ പവർ ബോക്സ് മാറി, അതിൻ്റെ ഹോസ് മാറി, താഴെ ആ ജംഗ്ഷൻ പ്ലാസ്റ്റിക്കിൻ്റെ ജംഗ്ഷൻ മാറി. ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഓരോ പാർട്ടിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. പിന്നെ അതിനകത്തുനിന്ന് നമ്മുടെ NRV നോൺ റിട്ടേൺ വാൽവ്, അതായത് റീഡ് വാൽവ് എന്ന് പറയുന്നത് ആ സംഭവം. റീഡ് വാൽവ് വളരെ പ്രധാനമാണ്. ഒരു എയർ ഫ്യൂൽ മിക്സ്ചറിനകത്തേക്ക് കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ റീഡ് വാൽവ് പലരും 135-ന് 100-ന്റെ ഇടുന്നത്. അതുകൊണ്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 100-ന്റെ റീഡ് വാൽവ് ടോപ്പും ബോട്ടവും ഒരേ കനത്വത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ 135-ൽ മുകളിൽ സ്ട്രെങ്ത് കൂടുതലും, താഴെ ബോട്ടം പ്ലേറ്റ്, അതായത് ബോട്ടം പെഡൽ എന്ന് പറയും, പെഡൽ സ്ട്രെങ്ത് കുറവുള്ളതാണ്. ഈ സെയിം സാധനം 100-ന്റെ 400-450 രൂപയുള്ളെങ്കിൽ 135-ന്റെ 1100 രൂപയാകും. പക്ഷേ ഈ 135-ന്റെ സെയിം സാധനം ഷോഗണിനുണ്ട്. അത് 450 രൂപ. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ഷോഗണിൻ്റെ മേടിച്ച് വെച്ചു. അപ്പോൾ അത്ര ആയപ്പോഴത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചറും കംപ്രഷനും എല്ലാം ക്ലിയറായി. ഞാനിതെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തു വണ്ടി സത്യം പറയാമല്ലോ സുഹൃത്തുക്കളെ, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാം. വണ്ടി നല്ല വെട്ടിച്ചില്ല് പോലെ നല്ല ക്രിസ്പി ആയിട്ട്, എൻജിൻ സൗണ്ട്